ഇത്രയും മരിച്ചു കിടന്ന എൻ്റെ ചാനലിൽ ഇപ്പോഴും 50 പേരെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തിയേറ്ററിലെ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് യു ഗൈസ്, ലവ് യു ടു ദ ഇവിടെ ടു ദ മൂൺ ആൻഡ് ബാക്ക്. ചത്തിട്ടില്ല നമ്മുടെ ചാനൽ ചത്തിട്ടില്ല കേട്ടോ. നിങ്ങളെല്ലാം മടങ്ങി വരേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എരവാൻ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോകണം. എൻ്റെ ബസ് പോയി ഗൈസ്. എനിക്ക് ടിക്കറ്റ് എടുക്കാൻ ഉണ്ടായിരുന്നു, കാർഡ് റീചാർജ് ചെയ്യണം, എന്നിട്ട് അതിന് കയറാൻ പറ്റും. അപ്പോൾ അടുത്ത ബസ്സിൽ പോകാം. ഹലോ ഗൈസ്, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇത്. അപ്പോൾ പക്ഷേ പുള്ളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കാണാം. അപ്പോൾ ഗൈസ്, നിങ്ങളോട് കാര്യം പറയാൻ പറഞ്ഞത്, ഞാനിപ്പം അവസാനമായിട്ട് 2 വീഡിയോകളുടെയും 3:4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ നിങ്ങൾക്ക് സൂമാക്കി വീഡിയോ കാണാം. അപ്പോൾ മിനിമം ഗ്രോത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ കിട്ടും. എന്നിട്ട് പറയാൻ ഞാൻ വിട്ടുപോയി, ഇപ്പോൾ പറയുവാണ്. അപ്പം കാണാം ഗൈസ്. ഗുമസ്തയുണ്ട് ഗൈസ്. നമ്മൾ എരവാൻ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ബോർഡ് കാണാം. നമുക്കിവിടെ ഇംഗ്ലീഷിൽ എരവാൻ ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാം, പിന്നെ റഷ്യനിൽ എരവാനിസ്കി ബൊട്ടാനിച്ചസ്കി എരവാനി ബുസാബാനാക്കാൻ IIT. അപ്പം നമ്മൾ എത്തിയ ലൊക്കേഷൻ മാറിയിട്ടില്ലെന്ന് മനസ്സിലായി. നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് ഞാൻ കാണാം ഗൈസ്. ഇതാണ് ടിക്കറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്കാൻ ചെയ്യാൻ വെക്കണമെന്നാണ്. പുള്ളിക്കാരനും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വെച്ചേക്കണമെന്നാണ്. തിരിച്ചു പോകുമ്പം കയറാനായിരിക്കും. അപ്പം നമ്മൾ കാണുന്നത് ഇതാ ഒരു മറ്റേ സാധനം, എന്തിനു പറയുന്നത്, ഒരു ടണൽ പോലെ കൊള്ളാമല്ലേ. നമ്മൾ എല്ലാം സോർട്ട് ചെയ്ത് നമ്മൾ ആയുധം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതില്ലാണ്ടൊരു രക്ഷയില്ല ഗൈസ്. നല്ല വെയിലാണ്. എല്ലാത്തിനും ഇത് നല്ലതാണ്, വളരെ നല്ലൊരു ഇതാണ്. ഇവിടെ കുറേ പൈൻമരം നിൽപ്പുണ്ട്, വലിയ വലിയ പഴയ പൈൻമരം. കൊള്ളാം ഗൈസ്. നല്ലൊരു വെൽ മെയിൻറ്റെയിൻഡ് പാർക്ക് പോലുണ്ട്. ഒരു പാപ്പിന് ഓടിപ്പോയി. എന്താ ഒരു ഗുഹ ഗൈസ്. ഇവിടെ വെച്ചിട്ടാണ്. ഞാനൊന്നും പറയുന്നില്ല, ഇത് വെറും ക്രിഞ്ചായി പോകും. ഇപ്പോഴേ ക്രിഞ്ച് അടിച്ച് കഴിഞ്ഞാൽ പോകാം, കുറച്ച് കഴിഞ്ഞിട്ട് ക്രിഞ്ച് അടിക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ ആണ് ഗൈസ്. ഇതെന്തൊക്കെയൊക്കെയോ ആണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാവില്ല. മാപ്പ് ഓ യെസ് ഗൈസ്, നമുക്ക് മാപ്പ് ഉണ്ട് ഇവിടെ. ഇവിടെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വന്നിട്ട് കയറി ടണലുണ്ടായിരുന്നു. തിൻതരയുടെ തോന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അത് തേങ്ങ മനസ്സിലാവും. ഇവിടുത്തെ ഫുൾ ട്രെയിൽ 1.54 കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ പോയിട്ട് വലത് പിടിച്ച് പോകണം. ഇവിടുന്ന് എന്തെങ്കിലും വലത് പിടിച്ച് പോകണം. വലത് പിടിച്ച് പോയി കറങ്ങി ഒരു ട്രെയിലായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വലത് പിടിച്ച് പോകുന്നു ഗൈസ്. നമ്മൾ വലത് പിടിച്ച് പോയി കുറേ പുഴിക്കകത്ത് നിന്ന് കാല് വെച്ച് ചെരുപ്പ് മൊത്തം മുങ്ങി. തുടക്കം തന്നെ നാശമാണല്ലോ. കൊള്ളാം കേട്ടോ, നല്ല വഴിയുണ്ട്. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസാ. ഇതൊക്കെ മൈക്കിലേക്ക് എന്തോ വിളിച്ചു. അവരെന്താ കാര്യമായിട്ട് തല്ലിടുവാണ് ഗൈസ്. ഇവിടെ രാത്രി വടിയായി കിടക്കുന്നു. അയ്യോ, എൻ്റെ കിണ്ണം കാച്ചി ഉറക്കം. പാറ വിളിക്കുന്ന സൗണ്ട്. നമ്മളവരൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. വളരെ ശാന്തമായ വഴി. കൊള്ളാം. ഇവിടെ ഒരു കുളമുണ്ട്. ഇതൊന്നുമില്ല കൈസ്, ഇതൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വഴിയിലോട്ട് പോകാം. കണ്ടൻ്റ് അവിടെ ഒരു പുലി ചാടി തട്ട വഴി. പുലിയൊന്നുമില്ല അവിടെ. ഒരു അണ്ണാൻ കുഞ്ഞുണ്ട്. നീ കാണുന്നുണ്ടോ? ഇതോ കുറച്ചുകൂടെ പതുക്കെ പോവാം. അയ്യമ്മ, അത്ര അടുത്ത് പോയാൽ മതി. ഇനി അണ്ണാൻ്റെ ഒന്ന് കടയിട്ട് കഴിഞ്ഞാൽ നാണക്കേട. നമ്മൾ ഏതോ വഴി കൂടെ ഒക്കെ പോകുന്നു. ഈ വഴി തെറ്റി ഞാൻ വേറെ അങ്ങോട്ടേക്കും പോയി നിൽക്കാറുണ്ടോ ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴി കിടക്കുന്നത് എന്തോ ഇത് കാണാൻ. നല്ല കിളികളുടെ സൗണ്ട് ഉണ്ട്. നല്ല നല്ല കാം പ്ലേസ്. മറ്റേ ടോം ആൻഡ് ജെറിക്കകത്തൊക്കെ തിരിച്ചൊക്കെ വയ്ക്കുന്ന സാധനം, ആ സാധനത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം 3 വഴിയുണ്ട്. ഒന്ന് അങ്ങോട്ട്, ഒന്ന് അങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്. ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ മറ്റേ നല്ല രസമുള്ള രീതിയിൽ മരം നട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല അറേഞ്ച് ചെയ്തിട്ട്. ഗൈസ്, നിങ്ങൾ ഈ സൗണ്ട് കേട്ടോ? അതെന്തിൻ്റെ സൗണ്ടാണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു തരാം. അത് കാക്കയുടെ
സൗണ്ടാണ്, കൊച്ചു കാക്കയുടെ സൗണ്ട്. അതെന്തുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാകുന്നത് എനിക്ക് അറിഞ്ഞൂട്ടോ. നമ്മുടെ നാട്ടിൽ കാക്ക കാക്കാന്ന് കാര്യം, പക്ഷെ ഇവിടുത്തെ കാക്ക എന്ത് ഇങ്ങനെ കരുതുന്നത്? Yeah, I mean, if you take this part, you can make a loop. You will end up where the scientists are staying, you know, and there's a beautiful nursery there as well. This is where you have the rose garden. You see, this building is very cool, and you can walk inside. There's a small museum. I think that's the image I saw. Yeah. So you have to. It's like the greenhouse, right? Yes. Sign on the cross point. I think this one, but you can also go this way. Here. And you need to get to this round thing. Yeah, all the paths will lead to there. If you want a long walk, you can go this way. If you want to go faster, then that way. I'll use this way. Yeah. Thank you so much. Have a great day. ഒരു വഴി പറഞ്ഞു തന്നു. ഒരു ഭയങ്കര നൈസായിരുന്നു. ഒരു റോസ് ഗാർഡൻ്റെ കാര്യം പറഞ്ഞു. ഒരു വലിയ സോവിയറ്റ് സമയത്തുള്ള ഒരു ഗ്ലാസ് ഹൗസിൻ്റെ കാര്യം, ഗ്ലാസ് ഹൗസ് അല്ല, ഗ്രീൻ ഹൗസിൻ്റെ കാര്യം പറഞ്ഞ്, ഗ്ലാസ് വെച്ചിട്ടുള്ള ഗ്രീൻ ഹൗസ്. ഓക്കെ, മേക്ക് സെൻസ്. അപ്പം കാണിച്ചു തരാം. അരി ഒഴുകലോട് ഒഴുകൽ എന്താ പോകുന്നു. അപ്പം നമുക്ക് കണ്ടിന്യൂ നോക്കി ഇപ്പം കാണാം. വഴി തെറ്റി നിന്നു ഗൈസ്. ഞാൻ ഈ ഗായ്സ് എന്നുള്ള സംഭവം നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും നല്ല ഡ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത് എന്താ പോലും പിന്നെ എന്താ വിളിക്കുന്നത് അച്ഛന്മാരെ, അത് എന്താ വിളിക്കും, പിള്ളേരെന്ന് വിളിക്കാൻ പറ്റില്ല. എനിക്കതിന് വേണ്ടി പ്രായമൊന്നുമില്ല, 10-20 വയസ്സേ ഉള്ളൂ. പിന്നെ വേറെ എന്താ വിളിക്കുന്നത്, ടീംസ് വിളിച്ചത് കുറച്ചൊക്കെ ടീം വിളിക്കും മിക്ക. പിന്നെ ഞാൻ തന്നെ മാറ്റി വിളിക്കും, ഗായ്സ് തന്നെ വിളിക്കും. പിന്നെ അപ്പോൾ ടീമെ നമ്മളിപ്പോൾ ഇവിടെയാണ് ഈ വഴി തെറ്റി വന്നപ്പോൾ മരുഭൂമിയായി ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇന്ന് കണ്ട് ഇവിടെ ഇവിടെ കിളച്ചൊക്കെ ഇട്ടേക്കുന്നു. ഇതെനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോകണം. നമ്മൾ തിരിച്ചു പോവാണ്. എന്ത് ചൂട്, അയ്യോ അയ്യോ അയ്യോ. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഗൈസ് നല്ല കിടുക്കാച്ച വഴി ഗൈസ്. 2 സൈഡിൽ വെള്ളം, പിന്നെ നല്ല ബൈക്കിലൊക്കെ പോകാൻ പറ്റിയ വഴി. ഇവിടുത്തെ വലിയ കുറച്ച് മരങ്ങളുണ്ട്. അപ്പോൾ മരങ്ങളുണ്ടപ്പോൾ ഒരു സ്റ്റോറി ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ നല്ല ലൊക്കേഷൻ കിട്ടിയിട്ട് കഥ പറഞ്ഞുതരാം. ഒരു ആക്ടിവിസ്റ്റ് ലൈൻ കട്ട് ഒരു ആക്ടിവിസ്റ്റിൻ്റെ കഥ. ഓക്കെ, അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. പൊന്നെ പൂവേ കാറിലേ കളമ്പിനുള്ളിലെ മോളെ. ഗൈസ് അടുത്ത ബോർഡ് വന്നിട്ടുണ്ട് ഗൈസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ റൂട്ട്. ഓക്കെ, നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഗൈസ്. നേരെ അയ്യോ, പഴയൊരു ബിൽഡിങ് കാണാം ഗൈസ്. പഴയ സോവിയറ്റ് കാലഘട്ടത്തെ പഴയൊരു ബിൽഡിങ് കാണാം ഗൈസ്. തേടിയ വെള്ളം കാലിൽ വീണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതാണ് ഇത് കണ്ടിരിക്കുന്നത്. നമുക്ക് പുൽപ്പില്ലാക്കിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടും ഗൈസ്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബോട്ടണി, ബൊട്ടാണിക്കൽ മുസേ. എടേ ഇതൊക്കെ എന്തുവാടേ, ഇതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ലടേ. നോക്കട്ടെ, അപ്പോൾ കാണാം. ടീമെ നമ്മൾ അതിമനോഹരമായിട്ടുള്ളൊരു പാത കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ നല്ല അവർ ഇനാമലിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. വാ നൈസ് വർക്ക്. ഇതാ നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. ആണോ ഇതാന്ന് തോന്നുന്നു പറഞ്ഞ മറ്റേ പുള്ളി പറഞ്ഞ റോസ് ഗാർഡൻ. ഇതൊരു തണലല്ലേ ഈ കാണുന്നത്. കുറേ റോസ് ഉണ്ട് ഗൈസ്. അത് വെച്ചിട്ടാണ് ഞാൻ റോസ് ഗാർഡൻ എന്ന് ഗസ് ചെയ്തത്. റോസ് ഗാർഡൻ ആയിരിക്കണം. വളരെ 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 ബ്യൂട്ടിഫുൾ ആൻഡ് എസ്കസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. എസ്കസ്റ്റിക് ആയിട്ടുള്ള സ്ഥലം. കണ്ടോ, ഇവിടെ കുറേ റോസ് ഉണ്ട് ഗൈസ്. എൻ്റെ അമ്മച്ചി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് ഓരോ കമ്പ് കേട്ടു ഗൈസ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. എൻ്റെ മോനെ സൺഗ്ലാസ് വെച്ചിട്ടാണ് ഗൈസ് എനിക്ക് ഇത്രയും നേരം ഫുള്ള് കളർ കിട്ടിയില്ല. ഇത് സീൻ സാധനം മോനെ, മപ്പ് സാധനം. ഒന്നും പറയില്ല.
നല്ല 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 റോസിൻ്റെ മണം, പിന്നെ റോസ് ഗാർഡനിൽ പിന്നെ റോസിൻ്റെ മണം അല്ലാണ്ട് നല്ല മണമുണ്ട് ഗൈസ്. അനേകം ചെടികളുണ്ട് ഗൈസ് ഇവിടെ. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് എസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമാണിത്. ഹൈലി റെക്കമെൻഡഡ് ബൈ അഭിമന്യു അജയ് ത്രൂ ഡബ്ല്യു വ്ലോഗ്സ്. അപ്പോൾ നിങ്ങൾ കാണുക. നിങ്ങൾ എന്നെ കാണുന്നത് ഇവിടെ കാണും, നോക്കവിടെ അവിടെ നോക്ക്, കണ്ടു. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ തോന്നും കേട്ടോ. വൈഡ് ലെൻസാണ് ഗൈസ്, വൈഡ് നല്ല വൈഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടാൻ സാധ്യത ഭയങ്കര കുറവാണ്. ആ ഒരു ഒരു റിയൽ ഐ എക്സ്പീരിയൻസ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾ, ഞാൻ പറയുന്നത് തള്ളാണെന്ന് വിചാരിക്കരുത്, നല്ല രസമുണ്ട് കാണാം, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ തോന്നിയിരിക്കും. അപ്പോൾ ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് പറയാമാക്കി. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രത്യേകതരം ഒരു ഇതിനെ ഞാൻ കാണുന്നത് ഗൈസ്. ഇത് നിങ്ങൾ കണ്ടോ? ഇത് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിൻ്റെ സ്കിൻ, പീലായ സ്കിൻ അവരെടുത്ത് കെട്ടി വെച്ചേക്കണം മരത്തിൽ, കണ്ടോ? കൊള്ളാം. ഇപ്പോൾ മറ്റേ ഇതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഓഫീസെന്ന് പറഞ്ഞില്ലേ, പക്ഷേ അതെന്തോ മ്യൂസിയമാണ്. ഓ, ഇത് മൺഡേ ടു ഫ്രൈഡേ വരെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നേനെ കാണാൻ. സീനില്ല. ഞാൻ ഗ്രീൻ ഹൗസാണ് തപ്പുന്നത് ഗൈസ്. ഒരുപാട് നേരിട്ട് അത് നോക്കിയിരിക്കുക. അത് ഭയങ്കര എന്തുവാ, സെൻട്രൽ കോർ എന്നൊക്കെ പറഞ്ഞ സാധനം പോലത്തെ ഒരു സാധനമാണ് ഇവിടുത്തെ. ഇവിടെ ഐ ലവ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. എൻ്റെ പള്ളി ഇത്രയും വലുതായിരുന്നോ? നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ടോ എന്തോ ഒരു വലിയ സാധനം? ആ വലിയ ബിൽഡിങ് ഉണ്ടോ? അതാണ് ഇവിടുത്തെ ഗ്രീൻ ഹൗസ്. ഈ സോവിയറ്റ് സമയത്തുള്ള സാധനങ്ങളെല്ലാം ഇത്ര മെഗാ പ്രോജക്റ്റുകളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പള്ളി നൈസ്. കണ്ട, എൻ്റെ പൊന്നടാവേ, എന്തോരം വലുതാ ഗൈസ്. അതിൽ ബട്ടർഫ്ലൈ. Do not, please don't push or pull the door, ring the bell. Okay. റിങ് ചെയ്തിട്ടുണ്ട്. Hi. I thought it was closed. Oh, sorry. I saw. Я думаю, это баг. Поняла. Здесь один не дадут. ഇങ്ങോട്ടാണ്. ഓക്കെ. വാട്ട് സീരിയസ്ലി? ഓ മൈ ഡിയർ മാൻ. ഗൈസ്, ഇത് കണ്ടോ? ഈ സാധനം കണ്ടോ? ഇത് സോവിയറ്റ് സമയത്ത് ഉണ്ടാക്കിയ ഗ്രീൻ ഹൗസാണ്. റിസർച്ചിന് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത്രയും വലുതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇത് കാണും, ഒരു ഇമാജിനേഷൻ കാണുമല്ലോ. അപ്പോൾ നമുക്കിത് ഏത് വഴിയാണ് കയറുന്നതെന്ന് അറിയില്ല. എനിക്കൊന്ന് ഈ ഡോർ അയക്കും. പിന്നെ ഗൈസ്, ഇവിടെ ചെറിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടോ? ചെറി, ഇത് നല്ല പുളിയുള്ള ചെറിയ. പിന്നെ ഈ ചുറ്റും കാണുന്ന എല്ലാം ഗ്രീൻ ഹൗസാണ്. അപ്പോൾ നമ്മൾ ഡോർ തുറക്കുകയെ. ഇതാ ഗൈസ്, ഞാൻ അപ്പോൾ ഗൈസ്, ഇത് ഞാൻ സെക്കൻഡ് വ്ളോഗിലായിരിക്കും വിടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ എന്തായാലും കാണുക. ഇപ്പം അടുത്ത വീക്കിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സ്റ്റോറി ഞാൻ അടുത്ത വീഡിയോ എടുക്കും. കാരണം വീഡിയോ ലെങ്ത് കൂടി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട്. അടുത്ത വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതും കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ടീമേ. അപ്പോൾ താങ്ക് യു.